വളരെ ഈസി ആയിട്ട് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ പ്ലസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, നോട്ട് പാഡ് എന്നിവയിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി താഴെ കാണുന്ന google.com/ime/transliteration എന്ന സൈറ്റിൽ പ്രവേശിക്കുക. google.com/ime/transliteration. google.com/ime/transliteration എന്ന സൈറ്റിൽ പ്രവേശിക്കുക. ഇപ്പോൾ താഴെ കാണുന്ന ഡൗൺലോഡ് ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ ഇൻപുട്ട് മെത്തേഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വന്ന പേജിൽ നിന്നും മലയാള ഭാഷ സെലക്ട് ചെയ്യുക. ഇവിടെ മിക്ക ഭാഷകളും ലഭ്യമാണ്. അതിൽ നിന്നും മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ IME സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡൗൺലോഡ് ഗൂഗിൾ IME എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ IME സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൻ്റെ ടാസ്ക് ബാറിൽ നിന്നും മലയാള ഭാഷ സെലക്ട് ചെയ്യുക. ചില സമയത്ത് മലയാള ഭാഷ ടാസ്ക് ബാറിൽ ലഭ്യമായിരിക്കില്ല. അപ്പോൾ ടാസ്ക് ബാറിൽ നിന്നും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടൂൾ ബാർസിൽ നിന്നും ലാംഗ്വേജ് ബാർ ആക്ടിവേഷൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്. അതിൽ നിന്നും മലയാള ഭാഷ സെലക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് മലയാളം ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ഫേസ്ബുക്ക് പോലെ തന്നെ മെയിൽസ്, ട്വിറ്റർ, ഗൂഗിൾ പ്ലസ് എന്നിവയിലും ഉപയോഗിക്കാവുന്നതാണ്. സുഖമാണോ? ഇവിടെ നിന്നും അനുയോജ്യമായ സെലക്ട് ചെയ്യാവുന്നതാണ്. Okay, if you need more information and comments about my Malayalam video class, just visit my blog. This is Mustafa in India. Thanks for watching my videos. See you in the next lesson. Bye for now.